അങ്ങനെ 4-മത്തെ നോമ്പുമായിട്ടോ. അപ്പോൾ രാവിലെ ഒരു 10 മണിയായപ്പോഴേക്ക് ഞാനും മക്കളും ഒക്കെ കുളിച്ച് റെഡിയായി നിൽക്കാൻ കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറക്ക് ഒരു സ്പെഷ്യലുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ നോമ്പ് തുറ. അപ്പം നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു 10-11 മണിയായപ്പോൾ തന്നെ ഞങ്ങളൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ പോയാൽ ഫുഡൊക്കെ റെഡിയാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇക്ക കൊണ്ടുവിട്ടത് കേട്ടോ. പിന്നെ ഇക്ക നോമ്പ് തുറക്കുന്ന സമയത്ത് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടാക്കിയപ്പോഴേക്ക് ഉമ്മ പിന്നെ അധിക സാധനങ്ങളും ഉള്ളിയും തക്കാളിയും ഒക്കെ ചതക്കലും അരിയലും ഒക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ സമൂസക്കുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അതേപോലെ ചിക്കൻ കറി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ അരച്ച് വെച്ചാൽ മതി. അതേപോലെ പത്തിരിക്കുള്ള ബീഫൊക്കെ വരട്ടി ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഉമ്മ നേരത്തെ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഒട്ടുമിക്ക ദിവസങ്ങളിലും റെഡിയാക്കി വെക്കാറാണ് പതിവ്. അങ്ങനെ പോയി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഉച്ചൻ്റെ ശേഷം സമൂസ അതൊക്കെ പൊരിച്ചെടുത്തു. അതേപോലെ മുട്ട ബജ്ജി ഉണ്ടാക്കിയിരുന്നു കേട്ടോ, അതും പൊരിച്ചെടുത്തു. അങ്ങനെ ഞാനതൊക്കെ റെഡിയാക്കിയപ്പോഴേക്ക് ഉമ്മച്ചി പിന്നെ ഫ്രൂട്ട്സും റെഡിയാക്കിയിട്ടു. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്ത് ഈത്തപ്പഴം റെഡിയാക്കിയിട്ടുണ്ട്, ബത്തക്ക വെള്ളം, തരി, പിന്നെ ഫ്രൂട്ട് സലാഡ്, കുറച്ച് പൈനാപ്പിൾ മസാലയൊക്കെ ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. എണ്ണക്കടിയായിട്ട് സമൂസയും മുട്ട ബജ്ജിയും പിന്നെ നമ്മളെ മുസമ്പി മസാല ആക്കി എടുത്തിട്ടുണ്ട്, ബത്തക്ക ഉണ്ട്, 2 മാങ്ങയും കട്ട് ചെയ്ത് വെച്ചിരുന്നു. നോമ്പ് തുറക്കാൻ പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും മക്കളും ഇക്കയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നോമ്പൊക്കെ റാഹത്തായി തുറന്നു കേട്ടോ. പിന്നെ ഇനി ഇതൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചത് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അതിക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബീഫ് വരട്ടിയത്, അതൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം.